ലോകരക്ഷിതാവായ പടച്ചവൻ ഖാലിഖായ അല്ലാഹു, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്, ആ റബ്ബിനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് ഖുർആൻ. മനുഷ്യന് അടിമയല്ല, മനുഷ്യന്റെ അടിമയാവേണ്ടവരല്ല. പിന്നെയോ ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. പടച്ചതമ്പുരാൻ എന്തിനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് എന്ന് കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ സുഹാബി വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചത് എന്തിനാണെന്നറിയോ? ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ്. മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാതിരിക്കാൻ, മനുഷ്യന്റെ മുമ്പിൽ നിന്ദനാവാതിരിക്കാൻ. ഈ മനുഷ്യന് ജനനമുണ്ട്, മരണമുണ്ട്. ആ ജനനവും മരണവുമുള്ള മനുഷ്യൻ എത്ര വലിയ പണക്കാരനാണെങ്കിലും, പണമോ സമ്പത്തോ പവറോ അധികാരമോ മനുഷ്യന്റെ ഏതെല്ലാം സ്വാധീനമുണ്ടാവട്ടെ, എല്ലാം നിശ്ചലമായി പോകുന്ന ഒരു നിമിഷമുണ്ട്. എല്ലാം ഇല്ലാതെയായി പോകുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ ചില ടൈമുകളുണ്ട്. പള്ളിയുടെ പ്രസിഡന്റ് എല്ലാ കാലം പ്രസിഡന്റാണോ? അല്ല, കുറച്ചു കാലം കഴിഞ്ഞ മെമ്പറായിട്ട് മാറേണ്ടി വരും. രാജ്യത്തിന്റെ പ്രസിഡന്റ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ മരിക്കോളം അങ്ങനെ ആവോ? അല്ല, അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അഴിച്ചു വെച്ച് പോരേണ്ടി വരും. ഈ ആളുകളെയാണ് ചില ആളുകൾ ദൈവമായി കാണുന്നത്. അതുകൊണ്ടാണ് സുഹാബി പറയുന്നത്, മഹാനായ അംർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഞങ്ങളെ പടച്ചത് എന്തിനാണെന്നറിയോ? എന്തിനാ പറഞ്ഞയച്ചതെന്ന്? മനുഷ്യന്റെ അടിമയാവാതെ മനുഷ്യരുടെ രക്ഷിതാവിന്റെ അടിമയാക്കാനാണ് ഞങ്ങളുടെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്തൊരു മനോഹരമാണ്.